വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്ന സിഫത്ത് പരിചയപ്പെടുത്തുന്നു. നോക്കൂ, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബായ അള്ളാഹു, ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ വേറൊരു ഇലാഹില്ല, ഖാലിഖു കുല്ലി ഷൈഇൻ, സമസ്ത വസ്തുവിൻ്റെയും സൃഷ്ടികർത്താവാണ് അവൻ. അള്ളാഹുവിൻ്റെ ഖാലിഖ് എന്ന സിഫത്തിനെ പ്രകൃതി പ്രതിഭാസങ്ങളുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കൂ, അതായത് പ്രപഞ്ചത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ഹൈഡ്രജൻ എന്ന മൂലകം കൊണ്ടാണ്. അതായത് പ്രപഞ്ചത്തിൽ നാം ഇന്ന് കാണുന്ന സമസ്ത നക്ഷത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഹൈഡ്രജൻ എന്ന മൂലകം കൊണ്ടാണ്. നമുക്കറിയാം, പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ ഏറ്റവും ആദ്യമായി ഉണ്ടായ മൂലകമാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ കൊണ്ടാണ് സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, എന്നാൽ ഇതേ ഹൈഡ്രജൻ കൊണ്ട് തന്നെയാണ് അള്ളാഹു സൗരയൂഥത്തിലുള്ള ജൂപ്പിറ്റർ എന്ന പ്ലാനറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അതായത് ഹൈഡ്രജൻ കൊണ്ട് കത്തിജ്വലിക്കുന്ന സൂര്യനെ അള്ളാഹു ഉണ്ടാക്കിയപ്പോൾ അതേ ഹൈഡ്രജൻ കൊണ്ട് തന്നെ കത്താത്ത തണുപ്പ് കൂടിയ ഒരു പ്ലാനറ്റായ ജൂപ്പിറ്ററിനെയും അള്ളാഹു നിർമ്മിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരേ ഹൈഡ്രജൻ കൊണ്ട് തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്ന, അതായത് സൂര്യൻ കത്തിജ്വലിക്കുന്ന സ്വഭാവമാണ്, നേരെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ജൂപ്പിറ്ററിനുള്ളത്. അങ്ങനെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള രണ്ട് വസ്തുക്കളെ ഒരേ ഹൈഡ്രജൻ കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, യഹ്ലുഖു മാ യശാ, അള്ളാഹു സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവന് ഏത് ഖദറും ചെയ്യാൻ കഴിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ എത്ര വ്യത്യസ്തതകളായ വസ്തുക്കളെയും ഒരേ റോ മെറ്റീരിയൽ കൊണ്ട് അവന് നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതിനുള്ള ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ ധാരാളം തെളിവുകൾ നമുക്ക് പ്രകൃതിയിൽ നിന്നും കാണാൻ കഴിയും. സൂര്യൻ എന്തുകൊണ്ടാണോ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, ആ മൂലകത്തോടൊപ്പം ഒരു ഓക്സിജനും കൂടെ ചേർത്തുകൊണ്ടാണ് അള്ളാഹു ജലത്തെ നിർമ്മിച്ചത്. നോക്കൂ, അതായത് ജലം എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേരുന്നതാണ് ഒരു ജല തന്മാത്ര. ഇതിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കത്തുന്നതാണ്, ഹൈഡ്രജൻ മൂലകം കത്തുന്നതാണ്. അതുകൊണ്ടാണല്ലോ സൂര്യൻ കത്തിജ്വലിക്കുന്നത്. നോക്കൂ, എന്നാൽ ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം എന്ന മൂലകം കത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കത്തുന്ന ഹൈഡ്രജനോടൊപ്പം കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ എന്ന മൂലകത്തെയും ചേർത്ത് കത്തുന്നതിനെ അണയ്ക്കുന്ന ജലത്തെ അള്ളാഹു നിർമ്മിച്ചിരിക്കുന്നു. അതേപോലെ മറ്റൊരു നിർമ്മാണ പ്രക്രിയ നമുക്ക് പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് പെൻസിലിൻ്റെ ലെഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രാഫൈറ്റ് കൊണ്ടാണ്. ഈ ഗ്രാഫൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതോ കാർബൺ മൂലകങ്ങളെ കൊണ്ടാണ്, അതായത് കാർബൺ ആറ്റങ്ങളെ കൊണ്ടാണ് ഗ്രാഫൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതേ കാർബൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വജ്രത്തെയും നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പെൻസിലിൻ്റെ ഗ്രാഫൈറ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കാർബൺ കൊണ്ട് തന്നെയാണ് വജ്രവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, വജ്രത്തിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ ഈ പിരമിഡ് ഷേപ്പാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലത്തെ പിരമിഡ് ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. പെൻസിലിൻ്റെത് ഈ ഷേപ്പിലും വജ്രത്തിൻ്റെത് ഈ പിരമിഡ് ഷേപ്പിലുമാണ് ഉള്ളത്. നോക്കൂ, വജ്രവും പെൻസിലും, അതായത് വജ്രവും ഗ്രാഫൈറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. വളരെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന 2 വസ്തുക്കളാണ് വജ്രവും ഈ ഗ്രാഫൈറ്റും. എന്തുകൊണ്ടും വളരെ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന വജ്രവും ഗ്രാഫൈറ്റും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാർബൺ എന്ന മൂലകം കൊണ്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. എന്താണ്? വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, സകലവിധ സൃഷ്ടി പ്രക്രിയയും അറിയുന്നവനത്രേ അവൻ. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, സർവ്വവിധത്തിലുള്ള സൃഷ്ടി പ്രക്രിയയും അറിയുന്നവനാണ് അവൻ. യഖ്ലുഖുല്ലാഹു മാ യശാ, അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു.
അവനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പിന് ഒരു കാര്യം സൃഷ്ടിക്കുന്നതിന് എന്ത് വേണ്ട, ഇന്നത് വേണം എന്ന പരിമിതികൾ ഇല്ല. എന്താണ് കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ അത് അവൻ ഉദ്ദേശിക്കുന്ന കാര്യം കുൻ ഫയക്കൂൻ എന്ന് പറഞ്ഞാൽ കുൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ അത് ഉണ്ടാകുകയായി എന്ന അവസ്ഥയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.